ന്യൂസ് മോർണിംഗിലേക്ക് വീണ്ടും. ബി.ജെ.പിക്ക് ഏറ്റവും അധികം ഇലക്ട്രൽ ബോണ്ട് നൽകിയത് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ്. 600 കോടിയോളം രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ മേഘ എഞ്ചിനീയറിംഗ് ബി.ജെ.പിക്ക് നൽകിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പ്രതിയായിരുന്ന പി ശരത് ചന്ദ്ര റെഡ്ഡിയുടെ അരബിന്ദോ ഫാർമ ലിമിറ്റഡ് കമ്പനിക്ക് 34.5 കോടി രൂപ ബി.ജെ.പിക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ 5 കോടി രൂപയുടെ ബോണ്ട് മദ്യനയ കേസിൽ ശരത് ചന്ദ്ര റെഡ്ഡിയെ അറസ്റ്റ് ചെയ്ത് 5 ദിവസത്തിനുള്ളിലാണ് കമ്പനി വാങ്ങിയത്. ഇതിന് പിന്നാലെ കേസിൽ ശരത് ചന്ദ്ര റെഡ്ഡി മാപ്പുസാക്ഷിയായി. PR അരവിന്ദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അരവിന്ദ്, കഴിഞ്ഞ ദിവസം SBI ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കിയിരുന്നു. അത് സംബന്ധിച്ച് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ മേഘ എഞ്ചിനീയറിംഗ് കമ്പനി എന്ത് കാര്യം മുന്നിൽ കണ്ടാണ് ബി.ജെ.പിക്ക് ഇത്രയധികം തുക നൽകിയെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ സമയം പുറത്തു വരുന്നുണ്ടോ? സൈഫുദ്ദീൻ, ഇന്നലെയാണ് SBI ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടത്. ആൽഫ ന്യൂമറിക് കോഡുകളും അതുപോലെ തന്നെ ബോണ്ട് നമ്പറുകളുമാണ് ഇന്നലെ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ രാത്രിയോടുകൂടി ഇത് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്തായാലും ആ വിവരങ്ങൾ പുറത്തുവരുന്ന പ്രകാരം ഏറ്റവും അധികം ബി.ജെ.പിക്ക് ഏറ്റവും അധികം ബോണ്ടുകൾ നൽകിയത് മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ്. ഏകദേശം 584 കോടിയോളം രൂപയാണ് ബോണ്ടുകൾ വഴി മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ബി.ജെ.പിക്ക് നൽകിയത്. ഇത് 2019 ഏപ്രിൽ 12 മുതൽ 2024 വരെയുള്ള കണക്കുകളാണ്. 2018ലെയും 2017ലെയും കണക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന് മഹാരാഷ്ട്രയിലടക്കം നിരവധി കരാറുകൾ ലഭിച്ചതിന് മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ബോണ്ടുകൾ വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയും അതുപോലെ തന്നെ മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡും തമ്മിൽ അവിശുദ്ധമായ ബന്ധമുണ്ടെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ആരോപിക്കുന്നത്. എന്തായാലും കണക്കുകളും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. 584 കോടി, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കമ്പനി നൽകുന്ന ഏറ്റവും ഉയർന്ന സംഭാവനയാണ് മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ബി.ജെ.പിക്ക് നൽകിയിരിക്കുന്നത്. ബി.ജെ.പിക്ക് പിന്നീട് ഇതിന് പിന്നാലെ ഏറ്റവും അധികം ബോണ്ടുകൾ നൽകിയത് ക്വിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇത് റിലയൻസുമായി ബന്ധമുള്ള കമ്പനിയാണ്. അവർ 375 കോടി രൂപ ബി.ജെ.പിക്ക് നൽകി. ഇതിന് പിന്നാലെ വേദാന്ത ലിമിറ്റഡ് 226.65 കോടി രൂപ ബി.ജെ.പിക്ക് നൽകി. ഭാരത് എയർടെൽ 197 കോടി രൂപ ബി.ജെ.പിക്ക് നൽകി. ആദ്യ പ്രധാനമായും സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് 100 കോടി രൂപയാണ് ബി.ജെ.പിക്ക് നൽകിയത്. ഏറ്റവും അധികം ബോണ്ട് വാങ്ങിയ ആദ്യ 10 കമ്പനികളിൽ നിന്ന് ബി.ജെ.പിക്ക് ലഭിച്ചത് 2123 കോടി രൂപയാണ്. അതേസമയം തൃണമൂൽ കോൺഗ്രസിന് ആദ്യ 10 കമ്പനികളിൽ നിന്ന് ലഭിക്കുന്നത് 1198 കോടി രൂപയും കോൺഗ്രസിന് 615 കോടി രൂപയാണ്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2019 ഏപ്രിൽ മാസം മുതലുള്ള ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ ആൽഫ ന്യൂമറിക് നമ്പറുകളും അതുപോലെ തന്നെ ബോണ്ട് നമ്പറുകളുമാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ 2017ലെയും 2018ലെയും കണക്കുകളിൽ ഉൾപ്പെടുന്നില്ല. 2018-19 വർഷയളവിൽ ബി.ജെ.പിക്ക് ലഭിച്ചത് 1450 കോടി രൂപയും 2017-18 കാലയളവിൽ ലഭിച്ചത് 210 കോടി രൂപയുമാണ്. അതിൽ ഉൾപ്പെടാത്ത കണക്കുകളാണ് ഇന്നലെ ഈ ആൽഫ ന്യൂമറിക് നമ്പറുകൾ പുറത്തു വന്നതോടെ ലഭിക്കുന്നത്. 2019-24 കാലഘട്ടത്തിൽ 6060 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി.ജെ.പി സമാഹരിച്ചത്. എന്തായാലും നിരവധി നിർണായകമായ കമ്പനികൾ ബി.ജെ.പിക്ക് സംഭാവന നൽകിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുകൂടാതെ തന്നെ നിരവധി മരുന്ന് കമ്പനികളും ബി.ജെ.പിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ഈ മരുന്ന് കമ്പനികൾ ഏകദേശം 35ഓളം മരുന്ന് കമ്പനികളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവന നൽകിയത്. ഇതിൽ 7 കമ്പനികളും അനധികൃതമായ അല്ലെങ്കിൽ മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ അന്വേഷണങ്ങൾ നേരിട്ട കമ്പനികളാണെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുകൂടാതെ തന്നെ ലോട്ടറി വ്യവസായമായ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി ഫ്യൂച്ചർ ഗെയിമിംഗും അതുപോലെ തന്നെ ഹോട്ടൽ സർവീസും ഏറ്റവും അധികം സംഭാവന നൽകിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനാണ്. 542 കോടി രൂപയാണ് തൃണമൂൽ കോൺഗ്രസിന് ഫ്യൂച്ചർ ഗെയിമിംഗ് വഴി ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത് ഫ്യൂച്ചർ ഗെയിമിംഗ് നൽകിയിരിക്കുന്നത് DMKക്കാണ്. എന്തായാലും പ്രധാനമായും ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കണക്കെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ അരബിന്ദോ ഫാർമസി ലിമിറ്റഡിന്റെ ശരത് ചന്ദ്ര റെഡ്ഡി 34.5 കോടി രൂപയുടെ ബോണ്ടുകളാണ് ബി.ജെ.പിക്ക് സംഭാവന നൽകിയത്. ഇതിൽ 5 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയത് ശരത് ചന്ദ്ര റെഡ്ഡി അറസ്റ്റിലായതിനു ശേഷം. അത് പ്രധാനമായും അതിന് പിന്നാലെ ശരത് ചന്ദ്ര റെഡ്ഡിയെ ഡൽഹി മദ്യനയ അഴിമതിയിൽ ഉൾപ്പെടെ മാപ്പുസാക്ഷിയാക്കുന്ന നിലപാടിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ഉദ്ദേശശുദ്ധിയും അതുപോലെ തന്നെ ഈ കമ്പനികൾ എന്തിനാണ് ബോണ്ട് നൽകിയെന്നുള്ള ചോദ്യം വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സൈഫുദ്ദീൻ, ശരി. ആ നിലക്ക് SBIയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടതോടെ കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് ബി.ജെ.പി. വിശദാംശങ്ങൾ നൽകിയത് PR അരവിന്ദ്.